ഒരുപാട് സമയം എടുത്തിട്ടോ കുറഞ്ഞ സമയത്തിലൊക്കെ നമ്മൾ സ്റ്റൈലിംഗ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും സ്റ്റൈലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റൈലിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് യുവർ ബോഡി ഷേപ്പ്. ഈ ബോഡി ഷേപ്പ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് ചേരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക. ഡിഫറെന്റ് സ്റ്റൈൽസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ചേരുന്നത് ചൂസ് ചെയ്ത് വെക്കുക. ഇനി സ്വന്തമായിട്ട് ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഡ്രസ്സിന്റെ ഇമേജോ ഡ്രസ്സിന്റെ കളറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഷേപ്പ് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളെ എന്താണോ കംഫർട്ടബിൾ ആക്കുന്നത് അത് ഫോളോ ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ക്യാപ്സൂൾ വാർഡ്രോബ് ബിൽഡ് ചെയ്യുക. അതിൽ വെറൈറ്റി ആയിട്ടുള്ളതും എലഗന്റ് ആയിട്ടുള്ളതായ ഡ്രസ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത് ഇടുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടാവും നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ എന്നുള്ളത്. അപ്പം അതൊക്കെ എടുത്ത് വെക്കുക. അത് എടുത്ത് വെക്കുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ നല്ല ആക്സസറീസ് ചൂസ് ചെയ്യുക. ഒപ്പം ഏത് ഡ്രസ്സ് ഇട്ടാലും കളർ പാലറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം ഇടുന്ന ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കാൻ നോക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തതോ നമുക്ക് പാകമല്ലാത്തതായ ഡ്രസ്സുകൾ ഉണ്ടാവും. അത് വാർഡ്രോബിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. എപ്പോഴും ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സ് തന്നെ ഫോളോ ചെയ്യാതെ ഇടയ്ക്ക് നമ്മുടെ കംഫർട്ട് സോൺ ഒന്ന് മാറ്റി പിടിക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.